60ാം പിറന്നാളും ഏഴുമറ്റൂർ ആശ്രമവും. സ്വാമികളുടെ ഷഷ്ടിപൂർത്തി സമുചിതമായി ആഘോഷിക്കുവാൻ ശിഷ്യന്മാരും ഭക്തജനങ്ങളും ആലോചിച്ചു തുടങ്ങി. എങ്കിലും സ്വാമികൾ അതിനെ ഒട്ടും അനുകൂലിച്ചിരുന്നില്ല. ആഡംബരം നിറഞ്ഞ ആഘോഷമായിരുന്നില്ല സ്വാമി ശിഷ്യന്മാർ ലക്ഷ്യമിട്ടിരുന്നത്. ധർമ്മ പ്രചാരണത്തിനായി ഒരു മഠം സ്ഥാപിച്ച് ഒരു സന്യാസ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് അവർ ശ്രമിച്ചത്. ഇതിന്റെ ഉത്സാഹക്കാരിൽ തീർത്ഥപാദ പരമഹംസർ സ്വാമികളാണ് മുൻപന്തിയിൽ നിന്നിരുന്നത്. ആശ്രമം സ്ഥാപിക്കുവാൻ ഏഴുമറ്റൂർ മനോഹരമായൊരു സ്ഥലമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ഈ വിവരം കാണിച്ച് അദ്ദേഹം സ്വാമികൾക്കൊരു കത്തയച്ചു. ഏറ്റവും അവസാനം തീരുമാനിച്ച പ്രകാരം സ്വാമിക്കും 2 ശിഷ്യന്മാർക്കും ഒരുമിച്ചിരിക്കുന്നതിനായി ഒരു ഏകാന്ത സങ്കേതം കണ്ടെത്തുന്നതിന് കഴിയില്ലല്ലോ എന്നോർത്ത് കുണ്ഠിതപ്പെട്ടിരിക്കുമ്പോഴാണ് ഏഴുമറ്റൂരിലെ വടക്കേ കോയിൽക്കിലെ തമ്പുരാന്മാർ ഇക്കാര്യം തീർത്ഥപാദ പരമഹംസരിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇളയ തമ്പുരാനായ രാമവർമ്മ മികച്ച രീതിയിൽ പണി കഴിപ്പിച്ചു വരുന്ന 2 നല്ല കെട്ടിടങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഭൂമിയും പുതിയൊരു ആശ്രമത്തിനായി ധാനപത്രം എഴുതി രജിസ്റ്റർ ചെയ്തു കൊടുത്തു. ഇത് സ്വാമികളുടെ പ്രധാന കേന്ദ്രമാക്കിയാൽ കൊള്ളാമെന്നായിരുന്നു തീർത്ഥപാദ പരമഹംസരുടെ അഭിപ്രായം. നീലകണ്ഠ തീർത്ഥപാദരും തീർത്ഥപാദ പരമഹംസരും ചേർന്ന് ഇത് സ്വാമികളുടെ ഷഷ്ടിപൂർത്തി സ്മാരകമായി നിലനിർത്തുന്നതിനും ആലോചിച്ചു. പരമഹംസരുടെ ഈ ആശയത്തോട് ചട്ടമ്പി സ്വാമികൾക്ക് എതിരഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. പരമഹംസരുടെ കത്തിന് ചട്ടമ്പി സ്വാമികൾ തന്റെ അനുകൂല അഭിപ്രായം അറിയിച്ചുകൊണ്ട് കത്തയച്ചു. 88 മിഥുനം 14 കൊല്ലം. ശ്രീ ശിവമയം. എഴുത്ത് കിട്ടി. ഇടമില്ലാത്തതിനാൽ വിമ്മിഷ്ടപ്പെട്ട അടങ്ങിയൊതുങ്ങിയിരിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നത് വിശേഷമില്ല. നിശ്ചയം പറഞ്ഞിട്ടുള്ളതിൽ വ്യത്യാസമില്ല. പ്രാരാബ്ധ പ്രാകാരമാകട്ടെ. ഈ ശരീര സംബന്ധമായ രക്ഷാ നിയമത്തെ ഇനി ഏൽക്കുന്നവർ ശ്രുതന്തരിയെന്നാവുന്നുവെങ്കിലും ഇതിൻ്റെ അത്യന്ത കൃത്യാന്തരായി തന്നെ ഇരിക്കണം. ഇഹത്തിൽ അത്യുത്കൃഷ്ട നിഷ്ഠ കാമ സുഹൃത സാമ്രാജ്യത്തെ പരിപാലിച്ച് അനുഭവിക്കുന്നതുകൊണ്ടും പരത്തിൽ സർവോത്തമ ക്ഷോ സാമ്രാജ്യത്തെ പരിപാലിച്ച് അനുഭവിക്കുന്നതിനുമുള്ള ഉത്തമ അധികാരിയുടെ സ്ഥാനത്തിൽ അമന്താരൂക്ഷികളായിരുന്നതുകൊണ്ടും ലേഖനത്തിൽ വർണ്ണിക്കപ്പെട്ട് കാണുന്ന ധീരന്മാരായ പുരുഷരത്നങ്ങൾക്ക് സാധാരണ ഉപയോഗിച്ചു വരുന്ന ഈ രാജശബ്ദം ഏകദോഷാർത്ഥവത്തായി ഇരിക്കുകയുള്ളൂ. വാസ്തവത്തിൽ ഇക്കാലത്തിലെ ഏക ചക്രവർത്തി ശബ്ദമാണ് തക്കതായുള്ളത്. ചട്ടമ്പി ഏഴുമറ്റൂർ. 2ാമത്തെ കത്ത്. മൃദംഗം നന്നായി. കുട്ടനിതാ അങ്ങോട്ട് വരുന്നു. എൻ്റെ പാകത്തിന് കൂട്ടാൻ വെക്കുന്ന കാര്യത്തിൽ ഇവൻ പണിക്കാരെയും ജയിക്കുന്നു. ചോറ് മാത്രം ചിലപ്പോൾ മുഴുവനും ഒത്തില്ലെന്ന് വരുന്നുണ്ട്. നിമജിതനന്താകിരണാംശുവികം എന്ന പോലെയേ ഉള്ളൂ. ഒട്ടും പിടയ്ക്കായികയില്ല. മൃദംഗ യജമാനനോട് ഇന്നലെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ജനങ്ങൾ മനഃപൂർവ്വമായ നിഷ്കളങ്കത സ്നേഹദാതിയുണ്ടെന്ന്. രാമൻ പിള്ള, കേശവ പിള്ള, തമ്പി, മാസ്റ്റർ തമ്പുരാൻ ഇവരും കാരണവനിഹവും നമ്മുടെ കാര്യത്തെപ്പറ്റിയുള്ള അന്വേഷണത്തെ അവരുടെ പ്രധാന കൃത്യങ്ങളിൽ ഒന്നാക്കി തന്നെ വിചാരിക്കുന്നു. ഏകാദശി ദിവസം ഭജന മുടക്കുന്നില്ല. വലിയ മഴയും ഇരുട്ടുമായിട്ടും മുടക്കിയില്ല. ആശ്രമത്തിന് ചുറ്റും കയറി വരുന്ന വഴിക്ക് കാട് തകർത്തു വരുന്നതിനെ ഇവർ തൂമ്പായം കൊണ്ടുവന്ന് ബോഷാക്കി നന്നാക്കുന്നുണ്ട്. വാദ്യർ തമ്പുരാനും അതിൽ അഭിമാനം കൂടാതെ തൂമ്പ പ്രയോഗിക്കുകയും വീഴുകയും ഒക്കെയുണ്ട്. ചട്ടമ്പി. പ്രാചീന മലയാളം രചിച്ചതിനെക്കുറിച്ച് വടക്കൻ പറവൂരിൽ നിന്ന് ശ്രീ തീർത്ഥപാദ പരമഹംസ സ്വാമികളുടെ പേർക്കയച്ച കത്താണ് അടുത്തത്. ഞാൻ വന്നു ചേർന്ന് ഉടൻ തന്നെ അറിയിച്ചത് ഇവിടെ അറിഞ്ഞോ എന്ന സംശയമാണ്. ഞാൻ ഈ മലയാളത്തെപ്പറ്റി അല്പം വലുതായിട്ടൊരു പുസ്തകം എഴുതി. അതിനെ പ്രൊഫസർ രംഗസ്വാമി അയ്യങ്കർ മുതലായ പണ്ഡിതന്മാർ, പ്രബലന്മാരായ മലയാള നായരോഗസ്ത്യന്മാർ, ഹോണറബിൾ ശങ്കര നായർ ഇവരെല്ലാവരും കണ്ടു. എത്രയും ശീഘ്രത്തിൽ അച്ചടിക്കണമെന്നും കഴിയില്ലെങ്കിൽ അവരായിക്കൊള്ളാമെന്നും പറഞ്ഞ് മുട്ടുകൂട്ടിയിരുന്നു. ആ പുസ്തകവും കൊണ്ട് പതുക്കെ ഞാൻ ഇവിടെ നിന്ന് കടന്ന് ഇങ്ങോട്ട് പോരുന്നുണ്ട്. ഇത് മുഴുവനും നിന്നെ കാണിച്ചതിനുമേൽ മാത്രമേ കൊടുക്കാവൂ എന്നൊരു നിർബന്ധത്തിന്റെ പേരിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനാൽ ക്ഷണം നീ ഇവിടെ വന്നു ചേരണം. ശേഷം മുഖതാവി എന്ന് തീർത്ഥപാദന് ചട്ടമ്പി. സ്വാമികൾ അടുത്തതായി ഒരു ഭക്തനയച്ച കത്താണ്. എൻ്റെ ദീർഘായുമതിയായ ഓമന മാതൃത പരിപൂർണ തങ്കക്കുടമേ, ഭക്തജന ശിരോരത്നമേ, എല്ലാ വിവരങ്ങൾക്കും വിശേഷിച്ചും കൊടുങ്ങല്ലൂർക്ക് പോവേണ്ടതായി വരുമെന്നും അയച്ച എഴുത്ത് തിരുവനന്തപുരത്തു നിന്നും എൻ്റെ അളവറ്റ സ്നേഹനിധിയും തങ്കത്തിൻ്റെ പ്രിയജനകരമായ പുരുഷരത്നം പോഷകകാലത്തിൻ്റെ പേർക്കയച്ച എഴുത്ത് കൊല്ലത്ത് വെച്ചും കിട്ടി. ഞാൻ മുൻകൂട്ടി അങ്ങോട്ട് പോന്നിരുന്നുവെങ്കിൽ ജീവിച്ചിരുന്നിട്ടും എൻ്റെ തീർത്ഥൻ്റെ പരമാസമാധി കാണുന്നതിന് ഇടയാകുകയില്ലായിരുന്നു. നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്ത് നന്നായി വരികതിലും പിഴയിലില്ലേ എന്നുപോലെ എൻ്റെ ഇരിപ്പ് ഭവിച്ചു. അമ്മ, അച്ഛൻ തുടങ്ങിയ എല്ലാവരോടും മാപ്പ് ചോദിച്ചു കൊള്ളുന്നു. ചട്ടമ്പി. ആയുർവേദ ഡോക്ടർ റിട്ടയർഡ് ആയിട്ടുള്ള ഡോക്ടർ ഗോപാലപിള്ളയ്ക്ക് അയച്ച കത്താണ് അടുത്തത്. എൻ്റെ അമൃത തങ്കക്കുഞ്ഞെ, നിനക്ക് ദീർഘായുസും ആരോഗ്യവും സകല സമ്പത്തും പരമാത്മ സാക്ഷാത്കാരവും ഭവിക്കട്ടെ.
മറുപടി അയക്കുവാൻ താമസിച്ചതിനെപ്പറ്റി വിശേഷിച്ചെന്തോ നിരൂപിക്കേണ്ട. ഞാനിപ്പോൾ എറണാകുളത്തെ ചോപ്പിള്ളി മഠം മാളിക ഭവനത്തിൽ താമസിക്കുന്നു. നായർ, പണിക്കർ മുതലായവർ പറവൂരിലുണ്ട്. ദിവ്യ ഔഷാദികളെപ്പറ്റി എഴുതിയ എല്ലാം എൻ്റെ കൈവശവും ഇരിപ്പുണ്ട്. അങ്ങോട്ട് അയക്കണമെങ്കിൽ ഉടൻ തന്നെ വിവരം എഴുതി അയക്കണം ഇങ്ങോട്ട്. ചെമ്പഴന്തിയിലെ വാർത്തമാനങ്ങളൊന്നും അറിയുവാൻ കഴിഞ്ഞില്ല. അറിയിക്കാമില്ലെന്ന് പറയേണ്ടല്ലോ. ഇങ്ങോട്ടെപ്പോഴാണ് തിരിക്കുന്നതെന്ന് സൂക്ഷ്മമായി എഴുതി അറിയിക്കണം എന്ന് ചട്ടമ്പി. 1913 ആഗസ്റ്റ് മാസത്തിലായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ഷഷ്ടിപൂർത്തി. എഴുമറ്റൂർ ഗ്രാമവതനായി അണിഞ്ഞൊരുങ്ങി സമാധാനത്തിൻ്റെ സന്ദേശവാഹകരായ സ്വാമിയുടെ അനുനായകൾ ഉത്സാഹപൂർവ്വം അവിടെ വന്ന് അവരെ സഹർഷം സ്വീകരിച്ചു. ഒട്ടും ആർഭാടമില്ലാത്ത ഒരു ചെറിയ സമ്മേളനം സ്വാമി ദയാനന്ദൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു. സ്വാമികളുടെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രഭാഷണങ്ങൾ നടത്തി. അനുനായികൾ തങ്ങൾക്ക് സ്വാമികളോടുള്ള സ്നേഹോദാരങ്ങൾ പ്രകടിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളും നീലകണ്ഠ തീർത്ഥപാദരും ആ ചടങ്ങിന് സന്നിഹിതരായിരുന്നു. മംഗളാശംസ ശ്ലോകങ്ങൾ ചേർത്ത് ഷഷ്ടിപൂർത്തി പ്രശസ്തി എന്നൊരു ഗ്രന്ഥവും അന്നേ ദിവസം പ്രകാശനം ചെയ്തു. യോഗാനന്തരം പരമഭട്ടാശ്രമം സ്വാമികൾ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളീയ സംസ്കാരത്തിന് ഉപരമായ വിധം യോഗജ്ഞാന സമ്പ്രദായങ്ങളെ പ്രചരിപ്പിക്കുന്നതിനായി തീർത്ഥപാദ സമ്പ്രദായം എന്ന പേരിൽ ഒരു സന്യാസി പരമ്പരയെ പ്രസ്തുത ആശ്രമത്തെ കേന്ദ്രീകരിച്ച് സ്ഥാപിക്കുകയുണ്ടായി. വടക്കേ കോയിക്കൽ തമ്പുരാക്കന്മാരുടെയും തീർത്ഥപാദ പരമഹംസരുടെയും അഭ്യർത്ഥന മാനിച്ച് ചട്ടമ്പി സ്വാമികൾ കുറച്ചു ദിവസം എഴുമറ്റൂർ താമസിച്ചു. ആശ്രമത്തിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അനേകം കത്തുകൾ എഴുതിയിട്ടുണ്ട്. ശാന്തമായ സന്യാസിക ജീവിതം തന്നെയാണ് സ്വാമികൾ അവിടെ നയിച്ചത്. മധുരധോരമായ ഭജനാപാലനവും സംഗീത സഭയും മറ്റും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുശലാന്വേഷണങ്ങൾ നർമ്മരസം തുളുമ്പുന്നവയായിരുന്നു. ആശ്രമപ്രാന്തത്തിൽ വളർന്നു നിൽക്കുന്ന തകരയോട് ഞാനിങ്ങ് വന്നപ്പോൾ നീയും ഇങ്ങ് വന്നോ എന്നാണ് അദ്ദേഹം സ്നേഹപൂർവ്വം ചോദിച്ചത്. ജീവജാലങ്ങളോടുള്ള സ്നേഹം ഈ ആശ്രമത്തിൽ താമസിക്കുമ്പോഴും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പറമ്പിൽ വാഴക്കുല പഴുത്താൽ അത് വെട്ടുവാൻ സ്വാമികൾ സമ്മതിച്ചിരുന്നില്ല. അണ്ണാറക്കണ്ണന് തിന്നുവാൻ വേണ്ടത്ര പഴം നൽകിയതിന് ശേഷമേ കുല വെട്ടുവാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുമായിരുന്നു. എഴുമറ്റൂരെ ആശ്രമം ഉദ്ദേശിച്ചതുപോലെ ഫലം ചെയ്തില്ല. കാലാന്തരത്തിൽ എന്തുകൊണ്ടോ ആശ്രമ പ്രവർത്തനം പരാജയപ്പെട്ടു. ത്യാഗശീലരായ പ്രവർത്തകരുടെ അഭാവമായിരിക്കാം അതിന് കാരണം. ചട്ടമ്പി സ്വാമികൾക്ക് അവിടെ സ്ഥിരമായി താമസിക്കുവാനും സാധിച്ചിരുന്നില്ല. നീലകണ്ഠ തീർത്ഥപാദർ കരുനാഗപ്പള്ളിയിൽ സ്ഥിരതാമസമാക്കിയതോടെ ആശ്രമകാര്യങ്ങൾ അമാന്തത്തിലായി. അടുത്തത് ചട്ടമ്പി സ്വാമികളുടെ സന്ദേശത്തിൻ്റെ അധ്യായമാണ്. തുടരും.